ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോംവേൾഡ് വിത്ത് SKS. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അക്കൗണ്ട്സ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ പ്രത്യേകതയാർന്ന ചില ഇനങ്ങളെ പരിചയപ്പെട്ടു. ഏകദേശം ഒരു 15ഓളം ഇനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയണം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 5 എണ്ണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ഒരു 6 ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഈ ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള 5 ഇനങ്ങളെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരം ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ നടത്തുമ്പോൾ തൽക്കാലം നമ്മൾ നോക്കിപ്പോകാൻ ശ്രമിക്കുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് വശങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തുന്നുള്ളത് മാത്രമാണ് തൽക്കാലം നമ്മളിത് നോക്കിപ്പോകുന്നത്. ക്യാപിറ്റൽ നേച്ചറിലുള്ളതായിട്ട് പരിഗണിച്ച് ബാലൻസ് ഷീറ്റിലാണോ അതോ റവന്യൂ നേച്ചറിലുള്ളതായിട്ട് പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ടാണോ ഇത് പരിഗണിക്കേണ്ടതെന്നുള്ളത് മാത്രമാണ് തൽക്കാലം നമ്മൾ നോക്കിപ്പോകാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻ, ഉദാഹരണം പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ചില ഇനങ്ങളെ സംബന്ധിച്ച് കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ടും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് അതിൻ്റെ ഒപ്പം ചെയ്യാനുണ്ട്. അതിന് ശേഷം മാത്രമാണ് കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻസ് ഇനിയുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡുകളിലൊന്നും ആ കാൽക്കുലേഷൻസിലോട്ട് ഞാൻ കടക്കുന്നില്ല. അത് നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നത്. ഇതിൻ്റെ തൽക്കാലമുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് ഈ ഓരോ ഇനങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദമായിട്ടുള്ള കാൽക്കുലേഷൻസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെട്ടു പോകാം. അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പഠന രീതി തന്നെ അവലംബിക്കുന്നതാണ് നമുക്ക് കൂടുതലും പ്രയോജനകരമായിട്ട് വരുന്നത്. കഴിഞ്ഞ 5 ഇനങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്ന ബാക്കിയുള്ള ഇനങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റ് ഒരു 6 ഇനങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻ ടോപ്പിക്കായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റേഷന് വേണ്ടി വന്നിരിക്കുന്നത്. ലെറ്റ് us go to the topic. Thank you. ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്. നമുക്കറിയാം, പല സഹായധനങ്ങളും സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരം ഓർഗനൈസേഷൻസിന് ലഭിക്കാറുണ്ട്. മെയിനായിട്ട് ഇത്തരം സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരം ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നതും നൽകുന്നത്. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ധനസഹായം കൈപ്പറ്റുന്ന ചില പ്രത്യേക വിഭാഗങ്ങൾ. സോ ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് എന്ന് പറയുന്ന സർക്കാരിൽ നിന്നുള്ള ധനസഹായം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഓരോ ഇനങ്ങളുടെയും ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഗവൺമെൻറ് ഗ്രാൻഡ്, ഐറ്റം നമ്പർ 6. നമുക്കറിയാം, സർക്കാരിൽ നിന്നും ഇത്തരം ചാരിറ്റി പർപ്പസിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനജനകമായിട്ടുള്ള ഗ്രാൻറ്റുകൾ നൽകാറുണ്ട്. സർക്കാരിൻ്റെ ധനസഹായത്തിനാണ് നമ്മൾ ഗ്രാൻഡ് എന്ന വിശേഷണത്തിലൂടെ അറിയപ്പെടുന്നത്. ഗ്രാൻഡ് റിസീവ്ഡ് ഫ്രം സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ബോഡീസ് ഫോർ റൂട്ടീൻ പർപ്പസസ് ഓർ ഫോർ സം സ്പെസിഫിക് പർപ്പസസ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം സർക്കാരിൻ്റെ ഗ്രാൻറ്റുകൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് റൂട്ടീൻ പർപ്പസിന് വേണ്ടിയും അതുപോലെ തന്നെ ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടിയും ഇത്തരം ഗ്രാൻറ്റുകൾ സർക്കാർ നൽകാറുണ്ട്. സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ മറ്റ് പൊതുമേഖലാ ഹോസ്പിറ്റലുകളുമൊക്കെയാണ് ഇത്തരം ഗ്രാൻറ്റുകൾക്ക് കൂടുതൽ അർഹത നേടുന്നത്. ഗവൺമെൻറ് ഗ്രാൻഡ് ടൈപ്പുകൾ. ഗ്രാൻഡിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാൻഡ് എന്നും ജനറൽ ഗ്രാൻഡ് എന്നും നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ് ഇത്തരം ധനസഹായങ്ങളെ. ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലാണോ ബാലൻസ് ഷീറ്റിലാണോ ജനറൽ പർപ്പസിന് വേണ്ടി കിട്ടുന്ന ഗ്രാൻറ്റുകൾ സ്ഥാനം പിടിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ജനറൽ പർപ്പസ് ഗ്രാൻഡ്? പൊതുവായിട്ടുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകമായിട്ട് നൽകുന്ന സർക്കാരിൻ്റെ ഇത്തരം ധനസഹായങ്ങളെയാണ് ജനറൽ ഗ്രാൻറ്റുകൾ എന്നറിയപ്പെടുന്നത്. ദേ ആർ മെയിൻലി മെയിൻഡ് ബൈ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ അണ്ടർടേക്കിംഗ് റൂട്ടീൻ എക്സ്പെൻസസ്. അത് അവരുടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്നുള്ള പേരിലൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ലഭ്യമാകുന്ന ഇത്തരം ഗ്രാൻറ്റുകളെ നമ്മൾ ജനറൽ ഗ്രാൻഡ് എന്ന് വിളിക്കുന്നു. പൊതുവായിട്ടുള്ള ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കിട്ടുന്ന ഗ്രാൻറ്റുകൾ ഇത്തരം സ്ഥാപനങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലാണ്, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തി കാണിക്കുന്നത്. ഇത് റെക്കറിംഗ് ഗ്രാൻഡ്സ് ആണ്.
ഇത് കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കുന്നു. അതായത് റവന്യൂ റെസീപ്റ്റ് ആയിട്ട് കണക്കാക്കി അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ രണ്ടാമത്തെ പോർഷൻ സ്പെസിഫിക് ഗ്രാൻഡ് ആണ്. എന്താണ് സ്പെസിഫിക് ഗ്രാൻഡ്? ആ വാക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഗ്രാൻഡുകളെ സ്പെസിഫിക് ഗ്രാൻഡ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഉദാഹരണം പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഗ്രാൻഡുകൾ, ഒരു ഹോസ്പിറ്റലിലേക്കുള്ള എക്സ്റേ എക്യുപ്മെന്റ്സ് മേടിക്കാനായിട്ട് സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ, ഇതെല്ലാം സ്പെസിഫിക് ഗ്രാൻഡ്സിന് ഉദാഹരണങ്ങളാണ്. സോ ഇത്തരം ഗ്രാൻഡ്സുകൾ ആണ് നമ്മുടെ റെസീപ്റ്റ് സൈഡിൽ കാണുന്നെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ്ഡ് റെസീപ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് ബാലൻസ് ഷീറ്റിന്റെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കാണിക്കുന്ന ലയബിലിറ്റി സൈഡിൽ തന്നെയാണ് ഇത്തരം ഗ്രാൻഡുകളും രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ദേ ആർ നോൺ റെക്കറിംഗ് ആൻഡ് ടു ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ് ആൻഡ് therefore they have to be shown on the liability side of the balance sheet. ഗ്രാൻഡുകളുടെ ട്രീറ്റ്മെന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഗവൺമെന്റ് സബ്സിഡി, ഇത്തരം ഗ്രാൻഡുകൾക്ക് പുറമെ സർക്കാർ നൽകുന്ന മറ്റൊരു സഹായ രീതിയാണ് സബ്സിഡി എന്ന് പറയുന്നത്. ക്യാഷ് സബ്സിഡീസ് received from the government or government agencies to such organizations. Subsidy for construction of building to promote education, aid for a health care project, aid received from Sports Authority of India to promote sports, etc. comes under such category. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഗാർഹിക ഉപഭോക്താക്കൾ എന്നുള്ള രീതിയിൽ സർക്കാർ തലത്തിൽ LPG സിലിണ്ടറിന് സബ്സിഡി കൈപ്പറ്റുന്നവരാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എമൗണ്ട് സർക്കാരിലേക്ക് ഈ സിലിണ്ടർ വകയിൽ അടയ്ക്കുമ്പോൾ ഒരു വിഹിതം സർക്കാർ നമുക്ക് തിരികെ നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് മുഴുവൻ തുകയും നമ്മൾ വഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്തരം സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ നൽകുന്ന ഒരു പ്രോത്സാഹനം, ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇത്തരം സബ്സിഡികളെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ പല പദ്ധതികളിലും സർക്കാർ ഇത്തരം സബ്സിഡീസ് അനുവദിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാറുണ്ട്. അതൊരു ഉദാഹരണമാണ് ഈ പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽസ് കോസ്റ്റിലോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലെല്ലാം സർക്കാരിൽ നിന്ന് ഇത്തരം സബ്സിഡി കൊടുക്കണം. സബ്സിഡൈസ്ഡ് റേറ്റിൽ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സപ്ലൈയും അതുപോലെ തന്നെ എന്താ പറയുക വാട്ടർ സപ്ലൈയും ഇതെല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സോ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സർക്കാരിൽ നിന്നും സബ്സിഡീസ് കൊടുക്കാറുണ്ട്. എയ്ഡ് റിസീവ്ഡ് ഫ്രം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നും സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിലകൊള്ളുന്ന നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു പോലുള്ള ക്ലബ്ബുകൾക്കൊക്കെ ഇത്തരം സബ്സിഡീസ് കിട്ടാറുണ്ട്. അവർക്കുള്ള സ്പോർട്സ് എക്യുപ്മെന്റ്സ് മേടിക്കാനും ഒക്കെ ഒരു തുക അവർക്ക് നൽകാറുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് മുഴുവൻ തുകയും നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം അതിലൊരു ഭാഗം സർക്കാർ തന്നെ വഹിക്കുന്ന ഒരു അവസ്ഥയാണ് സബ്സിഡി എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്ങിൻ്റെ ഉദാഹരണം നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള ചിലവുകളുടെ ഒരു ഭാഗം സർക്കാർ വഹിക്കുകയാണ് ഇവർക്ക് ഒരു സപ്പോർട്ടായിട്ട്. സോ ഇലക്ട്രിസിറ്റി എല്ലാം ചീപ്പർ റേറ്റിന് സബ്സിഡൈസ്ഡ് നിരക്കിൽ ഇവർക്ക് കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് വേണ്ടി നൽകാം. വാട്ടർ സപ്ലൈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ പ്രദാനം ചെയ്യാം. മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റിൽ തന്നെ ഒരു മുഴുവൻ അടയ്ക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ അവർക്കൊരു ഹെൽപ്പായിട്ട് സർക്കാർ ഇത്തരം സബ്സിഡീസ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. ഗവൺമെൻറ് സബ്സിഡി എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം. സബ്സിഡി എന്ന് പറയുമ്പം തന്നെ they are treated as revenue income for the year in which it is received and shown on the credit side of income and expenditure account. ഏത് വർഷമാണോ ഇത്തരം സബ്സിഡീസ് ഗവൺമെന്റിൽ നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ കൈപ്പറ്റുന്നത് ആ വർഷത്തെ ഇവരുടെ റവന്യൂ ഇൻകം ആയിട്ടാണ് ഇവർ ഈ സബ്സിഡീസിനെ റെക്കോർഡ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അവർ അത് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. സോ സബ്സിഡീസ് ആർ ഷോൺ ഓൺ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഇത്തരം ഗ്രാൻഡുകൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് നോർമലി പ്ലേസ് ചെയ്തേക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ജനറൽ പർപ്പസ് ഗ്രാൻഡ്സുകൾ രേഖപ്പെടുത്തുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റവന്യൂ റെസീപ്റ്റ്സിലാണ്. അതായത് റെസീപ്റ്റ് സൈഡിലുള്ള റവന്യൂ റെസീപ്റ്റ്സിന്റെ കീഴിലാണ് ജനറൽ പർപ്പസിന് വേണ്ടി സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായമായിട്ടുള്ള ഗ്രാൻഡുകൾ രേഖപ്പെടുത്തുന്നത്. നേരെ മറിച്ച് സ്പെസിഫിക് പർപ്പസ് ഗ്രാൻഡ്സ് ആണെങ്കിൽ അത്
ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ കീഴിലാണ് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. എൻഡോമെന്റ് ഫണ്ട് പാരിതോഷികമായിട്ടോ പാരമ്പര്യമായിട്ടോ ചില വ്യക്തികളോ സ്ഥാപനങ്ങളോ നൽകുന്ന ഫണ്ടിനെയാണ് എൻഡോമെന്റ് ഫണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഫണ്ടുകൾ പെർമനന്റ് സപ്പോർട്ടായിട്ടാണ് ഇത്തരം വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന് ലഭിക്കുന്നത്. ഈ ഫണ്ട് ഇവർക്ക് സ്ഥിര നിക്ഷേപം നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം, പലിശ അടക്കമുള്ള വരുമാനത്തിലൂടെ അവർക്ക് ഈ പറയുന്ന പ്രത്യേക പർപ്പസ് സെർവ് ചെയ്യാനായിട്ട് അതിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു സ്കൂളിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്ത് കിട്ടിയ എൻഡോമെന്റ് ഫണ്ടിലൂടെ അവർക്ക് ജനറേറ്റ് ചെയ്യുന്ന പലിശ അടക്കമുള്ള വരുമാനത്തെ ആ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും അതുപോലെ തന്നെ മറ്റ് സമ്മാനങ്ങളും, മികച്ച അല്ലെങ്കിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള വർഷാവർഷമുള്ള സമ്മാന പദ്ധതികൾക്ക് വേണ്ടി അവർക്കിത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ചില മെമ്മോറിയൽ ഫണ്ടുകളെല്ലാം ഇത്തരത്തിലുള്ള എൻഡോമെന്റ് ഫണ്ടിന്റെ പരിധിക്കുള്ളിൽ വരുന്നതുമാണ്. ചില വ്യക്തികളുടെ ഓർമ്മയ്ക്കായിട്ടൊക്കെ ചില കുടുംബാംഗങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന ഇത്തരം ഫണ്ടുകളെ നമുക്ക് എൻഡോമെന്റ് ഫണ്ടെന്ന് ഗണത്തിൽപ്പെടുത്തി വിശേഷിപ്പിക്കാം. ഇത്തരം ഫണ്ടുകൾ ഈ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ഒരു സ്ഥിരം സപ്പോർട്ടീവ് ഫണ്ടായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചിട്ട് ആ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആ ഫണ്ടിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എൻഡോമെന്റ് ഫണ്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ സ്ഥാനം പിടിക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഐറ്റം നമ്പർ 7, എൻഡോമെന്റ് ഫണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് പാരിതോഷികമോ പാരമ്പര്യമോ ആയി ലഭിക്കുന്ന ഒരു തുകയാണ് എൻഡോമെന്റ് ഫണ്ട്. ഏകദേശം ലെഗസി പോലെ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ഫണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഇത്തരം സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പോർട്സ് ക്ലബിലേക്ക് അവിടെ ദീർഘനാൾ മാന്യസ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ആ കുടുംബത്തിൻ്റെ വകയായി ഒരു നിശ്ചിത തുക ഇത്തരത്തിൽ എൻഡോമെന്റ് ഫണ്ട് എന്ന പേരിൽ ഏൽപ്പിക്കാം. ഇത്തരം ഫണ്ടുകൾ ഈ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ പുറമെ സ്ഥിര നിക്ഷേപം നടത്താവുന്നതാണ്. അതിൽ നിന്നും കിട്ടുന്ന പലിശ അടക്കമുള്ള വരുമാനങ്ങളെ ഫണ്ട് നൽകിയ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വർഷാവർഷം അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. ഉദാഹരണം പറഞ്ഞാൽ ആ ക്ലബിലെ ഓരോ വർഷത്തെയും മികച്ച ഒരു കളിക്കാരനെ കണ്ടെത്തി അദ്ദേഹത്തിന് പാരിതോഷികമോ അവാർഡോ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ആ ക്ലബിലെ മികച്ച ഒരു പ്രവർത്തകന് ഓരോ വർഷവും സമ്മാനം നൽകാവുന്നതുമാണ്. ഇനി ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലോ ഓരോ വർഷത്തെയും മത്സര പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡും സ്കോളർഷിപ്പും ഒക്കെ നൽകാനായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതാണ് എൻഡോമെന്റ് ഫണ്ട്. സോ ഇറ്റ് ഈസ് മെന്റ് ഫോർ പ്രൊവൈഡിങ് പെർമനന്റ് മീൻസ് ഓഫ് സപ്പോർട്ട്. ഇറ്റ് ഈസ് എ ഫണ്ട് അറൈസിങ് ഫ്രം എ ഗിഫ്റ്റ്. സോ അത്തരം ദാനങ്ങളിൽ നിന്നും സമ്മാനങ്ങളിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊരു ഫണ്ടാണ് എൻഡോമെന്റ് ഫണ്ട്. സോ ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആ പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നത്. ഇനി ഈ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. നമ്മളൊരു കാര്യം കൂടി ഓർക്കുക, ഇത് നോൺ റെക്കറിങ് നേച്ചറുള്ള ഒരു ഫണ്ടാണ്. ഇത്തരം ഫണ്ടുകൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതും. സോ ക്യാപിറ്റൽ റെസീപ്റ്റായി ട്രീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് രേഖപ്പെടുത്തേണ്ടത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ്. പക്ഷേ ഇത്തരം ഫണ്ടുകളെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്നുള്ള ഒരു ഗണത്തിൽപ്പെടുത്തിയാണ് രേഖപ്പെടുത്തി കാണിക്കുന്നത്. എൻഡോമെന്റ് ഫണ്ട് നമ്മൾ ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് എൻ ഐറ്റം ഓഫ് എ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. സോ ഇതാണ് എൻഡോമെന്റ് ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി എൻഡോമെന്റ് ഫണ്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഏത് സ്ഥലത്താണ് സ്ഥാനം പിടിച്ചതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അതൊരു റെസീപ്റ്റ് ആണ്. ഇനി നമുക്കറിയേണ്ടത് റവന്യൂ റെസീപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണോ എന്നുള്ളതാണ്. നോക്കിക്കേ, റെസീപ്റ്റ് സൈഡിൽ അത് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൻ്റെ കീഴിൽ എൻഡോമെന്റ് ഫണ്ട് റെസീപ്റ്റ്സ് എന്നുള്ള പേരിൽ അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് ഡെബിറ്റ് സൈഡിലാണ് ഈ ഫണ്ടുകൾ രേഖപ്പെടുത്തി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ
ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്നുള്ള ഗണത്തിൽപ്പെടുത്തി പ്രത്യേകം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആ ഫണ്ട് പ്രദാനം ചെയ്ത കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ താല്പര്യപ്രകാരം, സ്ഥാപനങ്ങളുടെയോ താല്പര്യപ്രകാരം അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. ഇങ്ങനെയാണ് എൻഡോമെന്റ് ഫണ്ട് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ഓണറേറിയം, ഈ വാക്കൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിൽ സ്ഥിരം എംപ്ലോയീസ്, അതായത് പെർമനന്റ് എംപ്ലോയീസ് അല്ലാത്ത വ്യക്തികളുമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന പ്രത്യേക സേവനങ്ങൾക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് സർവീസസിന് ഇവർ നൽകുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ ഓണറേറിയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ വാർഷിക ഫംഗ്ഷൻസിലൊക്കെ വേണമെങ്കിൽ ചീഫ് ഗസ്റ്റായിട്ട് നമുക്കൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരാം. അന്നേരം അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലം, ആ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് നമ്മൾ പകരം കൊടുക്കുന്ന പ്രതിഫലത്തെയെല്ലാം ഈ ഓണറേറിയം എന്നുള്ള വിഭാഗത്തിൽപ്പെടുത്തി നമുക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അതും അവരുടെ ഒരു ചെലവ് തന്നെയാണ്. അതെങ്ങനെയാണ്, എവിടെയാണ്, എന്ത് നേച്ചറായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇതിനെ കണക്കിലെടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. Item number 8, payment of honorarium. So what is honorarium? ശമ്പളമില്ലാതെയുള്ള സേവനത്തിന് നൽകുന്ന പ്രതിഫലമാണ് ഈ ഓണറേറിയം എന്നുള്ള വിശേഷണം. എമൗണ്ട് പെയ്ഡ് ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ റെഗുലർ എംപ്ലോയി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സ്ഥാപനത്തിലെ സ്ഥിരം എംപ്ലോയി അല്ലാത്ത സ്പെഷ്യൽ സർവീസുമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഒരു പ്രതിഫലമാണ് ഓണറേറിയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് പെയ്ഡ് ഫോർ എൻറ്ററിങ് സ്പെസിഫിക് സർവീസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്ലബ്ബുകളും മറ്റുമൊക്കെ അവരുടെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പുറത്തുനിന്നുമൊക്കെ ഒരു സിംഗറിനെയോ അല്ലെങ്കിൽ ഡാൻസേഴ്സിനെയൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇത്തരം ആൾക്കാരെയെല്ലാം നമ്മുടെ വാർഷികത്തിലേക്ക് ക്ഷണിച്ച് അവരുടെ ഒരു പെർഫോമൻസ് അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇത്തരം ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രത്യേക സർവീസിനെ മാനിച്ചുകൊണ്ട് നമ്മൾ നൽകുന്ന പ്രതിഫലത്തെയാണ് ഓണറേറിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഈ ഓണറേറിയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സച്ച് ഓണറേറിയം ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ പേയ്മെന്റ്. അതൊരു പേയ്മെന്റ് ആണ്, ശ്രദ്ധിച്ചോണം, അതൊരു പേയ്മെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ പേയ്മെന്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ടു ബി ഷോൺ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതൊരു റവന്യൂ പേയ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നു. സോ ഓണറേറിയത്തിന്റെ ട്രീറ്റ്മെന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഉദാഹരണവും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പുറത്തുനിന്ന് നമ്മൾ ഗസ്റ്റായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചില ഫങ്ഷൻസിൽ സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വിശിഷ്ട വ്യക്തികൾക്ക്, പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് ഓണറേറിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. ദേ ആർ നോട്ട് റെഗുലർ എംപ്ലോയീസ് ഓൾസോ. സോ പേയ്മെന്റ് ഓഫ് ഓണറേറിയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് നമ്മൾ കാണുന്നത്? ഓൺ ദ പേയ്മെന്റ് സൈഡ് ഓഫ് ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അണ്ടർ ഹെഡിങ് റവന്യൂ പേയ്മെന്റ്സ് ആസ് ഓണറേറിയം. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. ചില സാഹചര്യങ്ങളിൽ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് അവരുടെ കൈവശം ഇരിക്കുന്ന പഴയ ഫിക്സഡ് അസറ്റ്സ് അവർക്ക് വിൽക്കാവുന്നതാണ്. അത്തരം വിൽപ്പന ചിലപ്പോൾ ഇവർക്ക് പ്രോഫിറ്റ് നേടിക്കൊടുക്കുകയും ഒരുപക്ഷെ അവർക്ക് ലോസ് വരുത്തി വയ്ക്കുകയും ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഓൾഡ് ഫിക്സഡ് അസറ്റ്സ് എന്നുള്ള ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ റെസിപ്റ്റ് സൈഡിൽ കാണുകയാണെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഇനമാണ് ഈ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. അതിൻ്റെ എൻട്രി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, അതിനെ വിലയിരുത്തിക്കൊണ്ട് ആ എൻട്രിയിൽ നിന്നും എങ്ങനെയാണ് ഓരോ പോസ്റ്റിങ്ങും പോകുന്നതെന്നും കൂടി ശരിക്കും നിങ്ങൾ ഉൾക്കൊള്ളുക. സോ നമുക്ക് നോക്കാം. സെയിൽ ഓഫ് ഓൾഡ് ഫിക്സഡ് അസറ്റ് എന്നുള്ളൊരു ഇനം റെസിപ്റ്റ് സൈഡിൽ നമ്മൾ കാണുമ്പോൾ അതിനെ എങ്ങോട്ടൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഓക്കെ. ഐറ്റം നമ്പർ 9, സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. പഴയ ആസ്തികളുടെ വിൽപ്പന. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ പഴയ അസറ്റുകൾ അഥവാ ഫിക്സഡ് അസറ്റ്സുകൾ വിറ്റ് കിട്ടിയ വരവ് റെസിപ്റ്റ് സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ത്രൂ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്.
Such receipts will appear on the debit side of receipts and payments account during the year of sale. ആ വിൽപ്പന നടന്ന വർഷത്തിലെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്നുള്ള ഹെഡിന്റെ കീഴിലാണ് ഈ റെസീപ്റ്റ്സ് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നത്. ഈസ് റെക്കോർഡ് ഓൺ ദ റെസീപ്റ്റ് സൈഡ് ഓഫ് ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അണ്ടർ ദ ഹെഡിങ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആസ് മെൻഷനിങ് ദ ടേം സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്. സോ ഇങ്ങനെയാണ് പഴയ അസെറ്റ്സ് വിറ്റ് കിട്ടിയ വകയിൽ ലഭ്യമായ തുക രേഖപ്പെടുത്തി കാണിക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ. സോ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു സ്ഥാപനത്തിന്റെ മൊത്തം ഫർണിച്ചേഴ്സിന്റെ വിലയായിട്ടുള്ള 10,000 രൂപയിൽ അവർ ഒരു പഴയ ഫർണിച്ചർ 2,000 രൂപ വിലയുള്ള ഒരു ഫർണിച്ചർ പഴയത് എടുത്ത് വിൽക്കുവാണ്. വിറ്റ് കിട്ടുന്ന തുക 1,500 ആണ്. So I am once again repeating the example. Out of the total furnitures worth rupees 10,000 held by an organization, they are selling an old one having a book value of rupees 2,000 and it is sold at a price of rupees 1,500. ഇതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. 2,000 rupees ആണ് ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അതിന് വിറ്റ് കിട്ടിയപ്പോൾ 1,500. ഈ ഒരു സെയിൽ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും 2,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഫർണിച്ചർ 1,500 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ നഷ്ടത്തിലാണ് ആ സെയിൽസ് നടന്നിരിക്കുന്നത്. ഈ 1,500 രൂപ വിറ്റ് കിട്ടിയ തുകയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്യാപിറ്റൽ റെസീപ്റ്റ് സൈഡിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് എന്നുള്ള പേരിൽ ഇവിടെ രേഖപ്പെടുത്തി നമ്മൾ കണ്ടത്. ക്യാഷ് ബുക്കിന് തുല്യമായിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തി കാണിക്കും. റെസീപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കുമ്പോൾ ഈ ഇടപാടിൽ നിന്ന് നമ്മൾ നേരിട്ട നഷ്ടം ഒരു റവന്യൂ നേച്ചറായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് നോമിനൽ അക്കൗണ്ട് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതായത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നുള്ള തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഈ ലോസിനെ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കണം. സോ ദിസ് ലോസ് ഈസ് റെക്കോർഡഡ്. ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 1,500, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 500, ടു ഫർണിച്ചർ അക്കൗണ്ട് 2,000. ദാറ്റ് മീൻസ് 1,500 രൂപ റിസീവ് ചെയ്തു, 500 റുപ്പീസിന്റെ ലോസ് സംഭവിച്ചു. ടോട്ടൽ ബുക്ക് വാല്യൂ ഓഫ് ദ ഫർണിച്ചർ സോൾഡ് വാസ് 2,000 റുപ്പീസ്. ഇതാണ് ഈ ജേണൽ എൻട്രിയിൽ നിന്നും വ്യക്തമാകുന്നത്. The amount realized from the sale, that is rupees 1,500, is to be treated as capital receipt and it is debited in the receipts and payments account, and also it is to be credited in the concerned asset account. Loss 500 rupees should be treated as revenue nature and it is to be debited to income and expenditure account. The book value of the asset, that is 2,000 rupees, it should be deducted from the concerned asset, that is here furniture, and it is to be shown on the asset side of the balance sheet. ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഈ ഇടപാടിന്റെ രേഖപ്പെടുത്തൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 500 റുപ്പീസിന്റെ നഷ്ടത്തെ നോമിനൽ അക്കൗണ്ട് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്നുള്ള പേരിൽ 500 രൂപ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നു. ഇനി ആ 2,000 റുപ്പീസ് എന്ത് ചെയ്യും നോക്കാം. 2,000 രൂപയുടെ ഫർണിച്ചറാണ് നമ്മൾ വിറ്റത്. സോ ആ 2,000 റുപ്പീസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ ഫർണിച്ചർ വാല്യൂ, ദാറ്റ് ഈസ് ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസെറ്റ് സോൾഡ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് അസെറ്റ് അക്കൗണ്ട് വിച്ച് ഈസ് ഷോൺ ഓൺ ദ അസെറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഫർണിച്ചർ എന്നുള്ള ടോട്ടൽ വാല്യൂവിൽ നിന്നും വിറ്റ ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ ഡിഡക്ട് ചെയ്ത് നെറ്റ് എമൗണ്ട് ആണ് ആ അസറ്റിന്റെ പേരിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഔട്ടർ കോളത്തിൽ രേഖപ്പെടുത്തി കാണിക്കുന്നത്. നമ്മൾ കണ്ടതിൽ ലോസിനായിരുന്നു അവർ ആ സെയിൽസ് കംപ്ലീറ്റ് ചെയ്തത്. ഐ ആം റിപ്പീറ്റിംഗ് ദ സെയിം എക്സാമ്പിൾ വിത്ത് എ സ്ലൈറ്റ് ചേഞ്ച്. ഹിയർ ഐ ആം കൺവേർട്ടിംഗ് ദ സെയിൽ ആസ് എ പ്രോഫിറ്റബിൾ വൺ. ഔട്ട് ഓഫ് ദ ടോട്ടൽ ഫർണിച്ചേഴ്സ് വർത്ത് rupees 10,000, the old furniture worth rupees 2,000 was sold for rupees 2,500. ഇവിടെ ആ പഴയ ഫർണിച്ചർ 2,000 രൂപ വിലയ്ക്കുള്ള ആ ഫർണിച്ചർ 2,500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഈ വിൽപ്പനയിലൂടെ ഈ ഫർണിച്ചർ ഇനത്തിൽ നമുക്ക് 500 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നമുക്ക് രേഖപ്പെടുത്തി നോക്കാം. വി ആർ അഗെയിൻ ഗോയിങ് ബാക്ക്. ഫർണിച്ചർ വിത്ത് ബുക്ക് വാല്യൂ 2,000 is sold for 2,500. Then
സെയിൽസ് വാല്യൂ 2500 രൂപ നമ്മൾ ഇവിടെ കാണിക്കുന്നു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ വിറ്റ് കിട്ടിയ തുക ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ കീഴിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്നുള്ള പേരിൽ നമ്മൾ ആ എമൗണ്ട് രേഖപ്പെടുത്തി കാണിക്കുകയും ചെയ്യുന്നു. ഈ ഇടപാടിൽ നിന്നും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 500 രൂപയെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന നോമിനൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നുള്ള തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുകയും വേണം. പ്രോഫിറ്റ് ഷുഡ് ബി recorded on the credit side of income and expenditure account. Profit on sale entry നമുക്ക് നോക്കാം. Here the entry will become cash account debt 2500, to furniture 2000, and that profit is also to be credited in income and expenditure account as rupees 500. This is the complete journal entry for the sale happened here. Amount realized from sale rupees 2500 is treated as capital receipt and debited in receipts and payments account and credited to concerned asset account. And the profit on sale rupees 500 should be treated as revenue and credited to income and expenditure account. The book value of the asset sold, that is rupees 2000, should be deducted from the concerned asset, that is furniture account here, and the net value is to be shown on the asset side of the balance sheet. Income and expenditure account balance sheet lo adinte പ്രതിഫലനം എങ്ങനെയാ വരുന്നത് നോക്കാം. I am repeating the entry once again. Cash account debtor 2500, to furniture account 2000 rupees, to income and expenditure account 500. ഈ 500 rupees ഇവിടെ പ്രോഫിറ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ആ പ്രോഫിറ്റിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അഥവാ ഇൻകം സൈഡിൽ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നുള്ള നിലയിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 500 രൂപ നമ്മൾ അവിടെ രേഖപ്പെടുത്തി കാണിക്കുന്നു. അതുപോലെ തന്നെ വിറ്റ ആ ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ ആയിട്ടുള്ള 2000 ആസ് യൂഷ്വൽ വി ഹാവ് ടു ഷോ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ടോട്ടൽ ഫർണിച്ചർ വാല്യൂ. 10,000 rupees ഫർണിച്ചർ വാല്യൂ ഉണ്ടായിരുന്നതിൽ 2000 രൂപ ബുക്ക് വാല്യൂ കുറച്ച് നെറ്റ് എമൗണ്ട് 8,000 ആയിട്ടാണ് നമ്മൾ ഈ ഫർണിച്ചറിന്റെ നെറ്റ് വാല്യൂ അസറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇതെങ്ങനെയാണ് രേഖപ്പെടുത്തി കണ്ടത് നോക്കിക്കേ. Income side, that is on the credit side, we have to show that profit as profit on sale of fixed assets. And on the debit side, as per the rule, debit all losses, we have to show that loss as loss on sale of fixed asset, that is on the expenditure side. ഇപ്പോൾ ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്ത് കാണിക്കുക, പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കണം. Next item, sale of newspapers, magazines and other sports materials. മിക്കവാറുമുള്ള സ്പോർട്സ് ക്ലബ്ബുകളുടെ ഒരു പ്രത്യേകതയാണ് അവർ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള പഴയ സ്പോർട്സ് ഉപകരണങ്ങൾ എടുത്ത് വിൽക്കുക എന്നുള്ളത്. അതിനൊപ്പം തന്നെ ന്യൂസ് പേപ്പേഴ്സും അതുപോലെ തന്നെ മറ്റ് മാഗസിൻസും എല്ലാം ഉപയോഗശൂന്യമായി കഴിഞ്ഞ ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും എല്ലാം ഇവർക്ക് വിറ്റ് അതിൽ നിന്നൊരു വരുമാനം ഇവർക്ക് ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള റെസീപ്റ്റ്സ് നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. Sale of newspapers, magazines and such old sports materials. Item number 10, sale of newspapers, magazines and old sports materials. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ഇത്തരം സെയിൽസുകൾ നടക്കാറുണ്ട്. അതായത് പഴയ പത്രങ്ങളും മാഗസിൻസും അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബിനെയാണ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവരുടെ പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് ഒക്കെ അവർ ഇടയ്ക്കെടുത്ത് വിൽക്കാറുണ്ട്. അപ്പോൾ ഇത്തരം റെസീപ്റ്റ്സുകളെ തികച്ചും റെക്കറിംഗ് നേച്ചറായിട്ട് തന്നെ പരിഗണിക്കുക. സോ റവന്യൂ റെസീപ്റ്റ്സ് ആയിട്ട് തന്നെയാണ് ഇത്തരം റെസീപ്റ്റ്സിനെ നമ്മൾ പരിഗണിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് എ റെഗുലർ ഫീച്ചർ ഓഫ് സച്ച് സ്പോർട്സ് ക്ലബ് ടു സെൽ ദെയർ ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്. സോ ഒരു സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ച് ഇത്തരം സെയിൽസ് പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം സംഭവമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റെക്കറിംഗ് ഇൻ നേച്ചർ. ഇത്തരം എമൗണ്ടുകളെ നമ്മൾ എവിടെ രേഖപ്പെടുത്തി കാണിക്കണം? So whether it is to be shown on the income and expenditure account or on the balance sheet. So see, such receipts are treated as revenue receipts because it is recurring in nature, and hence we have to show that amount on the income side of the income and expenditure account. ഒരു തികച്ചും റവന്യൂ ഇൻകം ആയിട്ട് തന്നെ പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന
വരുമാനത്തെ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കാം. അത് ന്യൂസ് പേപ്പർ ആയാലും ശരി, മാഗസിൻസ് ആയാലും ശരി, സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ച് പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിറ്റാലും ഈ കിട്ടുന്ന തുക റവന്യൂ ഇൻകമായിട്ട് കണക്കാക്കി റവന്യൂ റെസീപ്റ്റ്സ് ആയിട്ട് പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് അഥവാ ഇൻകം സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുക. This is the last item, that is sale of scrap, grass, etc. എന്താണ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാഴ്വസ്തുക്കൾ, ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് വിൽക്കാം. അപ്പോൾ ഇത്തരത്തിൽ പാഴ്വസ്തുക്കളെല്ലാം വിറ്റ് കിട്ടുന്ന ഒരു വരുമാനത്തെ ഇത്തരം സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതൊരു റവന്യൂ ഇൻകം ആയിട്ടാണോ എടുക്കുന്നത്, അതോ ക്യാപിറ്റൽ നേച്ചറലായിട്ടുള്ള ഒരു റെസിപ്റ്റ് ആയിട്ടാണോ പരിഗണിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. സെയിൽ ഓഫ് സ്ക്രാപ്പ്, ഗ്രാസ്, എക്സെട്ര. ചില സ്ഥാപനങ്ങളിൽ ഇത്തരം സെയിൽസുകളും നമുക്ക് പതിവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പാഴ്വസ്തുക്കളുടെ വിൽപ്പന, സോ അതുപോലെ തന്നെ ഗ്രൗണ്ടുകളിലും മറ്റും പടർന്നു നിൽക്കുന്ന ഗ്രാസും ഒക്കെ ഇവർക്ക് വിൽക്കാൻ സാധിക്കും. സോ സച്ച് റെസിപ്റ്റ്സ് ആർ ഓൾസോ റെക്കറിംഗ് ഇൻ നേച്ചർ. ഇത് റെക്കറിംഗ് നേച്ചറിലുള്ള റെസിപ്റ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തുമ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പ്, ഗ്രാസ്, എക്സെട്ര അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എവിടെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കിക്കേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് റെക്കറിംഗ് ഇൻ നേച്ചർ ആൻഡ് ഹെൻസ് ദീസ് receipts are to be considered as a revenue receipts, and therefore we have to show both such receipts on the income side of the income and expenditure account. That is, we have to credit these items on the income and expenditure account. Such receipts are treated as revenue receipts, being recurring in nature and to be shown on the income side of the income and expenditure account. പാഴ്വസ്തുക്കളുടെയും ഇത്തരം ഗ്രാസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നതിനെ ആ വർഷത്തെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കി, റവന്യൂ നേച്ചറുള്ള ഇൻകം ആയിട്ട് കണക്കാക്കി നമ്മൾ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കുന്നു. സോ ഫൈനലി വി ക്യാൻ കൺക്ലൂഡ് ബൈ ജസ്റ്റ് ഗോയിങ് ത്രൂ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മളിപ്പോൾ പഠിച്ച ഈ 6 ഇനങ്ങളുടെയും ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിക്കേ. റവന്യൂ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്തേക്കുന്നതും റവന്യൂ എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കുന്നതുമായിട്ടുള്ള ഇനങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഓണറേറിയം, as we have already discussed, it is to be shown as a revenue expenditure on the debit side. It is debited on the income and expenditure account. See, the first item. Then the second, the loss on sale of fixed assets should be debited. Being a loss, it is to be debited on the income and expenditure account. If such sales generates profit, it is to be credited as profit on sale of fixed assets in the income and expenditure account. Credit side അത് രേഖപ്പെടുത്തേണ്ടി വരുന്നു. Sale of old newspapers എന്താ ചെയ്തേക്കുന്നത്? It is shown as a credit item. Income and expenditure account സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗ്രാസ് ഉണ്ടെങ്കിലും we have to credit such items also. സോ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇനങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയേക്കുന്നുള്ളതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോം. സോ സ്റ്റുഡൻസ്, ട്രീറ്റ്മെന്റ് ഓഫ് പെക്യൂലിയർ ഐറ്റംസ് എന്നുള്ള ഗണത്തിൽപ്പെടുത്തി രണ്ടാമത്തെ സെഷനായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 6 ഇനങ്ങളുടെയും ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരു വ്യക്തത കൈവന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ പെക്യൂലിയർ ഐറ്റംസ് എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ബാക്കി ഇനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എപ്പിസോഡും കൂടി ഞാൻ അവതരിപ്പിക്കുന്നതാണ്. സോ ആ ഒരു എപ്പിസോഡും കൂടി കഴിയുമ്പോൾ ഈ പെക്യൂലിയർ ഐറ്റംസ് എന്ന് പറഞ്ഞ ഗണത്തിൽ വരുന്ന ഏതാണ്ട് 15-ൽ പരം ഇനങ്ങളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഫുൾ എപ്പിസോഡും കംപ്ലീറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം കൂടി വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡ് എപ്പിസോഡിലുമായിട്ട് ഏതാണ്ട് ഒരു 11-12ഓളം ഇനങ്ങളെക്കുറിച്ച് നമ്മളൊരു ഡിസ്കഷൻ നടത്തുകയുണ്ടായി. ആ ഇനങ്ങളുടെ എല്ലാം തൽക്കാലം നമ്മൾ മനസ്സിലാക്കി പോയ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഇനങ്ങളെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടെന്നുള്ളത് മാത്രമാണ്. സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട അതിൽ ഉൾപ്പെടുന്ന ഇനങ്ങളെക്കുറിച്ചുള്ള ഫർദർ ട്രീറ്റ്മെന്റ് അഥവാ ഫർദർ കാൽക്കുലേഷൻസ്, അതായത് അതിനെ കറണ്ട് ഇയർ ഇൻകം ആക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ എക്സ്പെൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനോടൊപ്പം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇപ്പം നമ്മൾ ഡിസ്കഷനിൽ വന്നിട്ടില്ല. അതൊരു പ്രത്യേക എപ്പിസോഡായിട്ട് അതാത് ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാൽക്കുലേഷൻസ് ഉൾപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു.
സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാൽക്കുലേഷൻസ് മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പെക്യൂലിയർ ഐറ്റത്തിൽ ബാക്കിയുള്ള ഇനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ. താങ്ക് യു.